കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എല്ലാം ഇഷ്ടവിഭവമായ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ 3 അടിപൊളി വിഭവങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഒരു മീൻ പൊരിച്ചതും പിന്നെ നല്ലൊരു തേങ്ങാ ചമ്മന്തിയും കുമ്പളങ്ങ ഓലനുമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് 10-15 മിനിറ്റ് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ 3 വിഭവങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മീനിൽ മസാല പുരട്ടി വെക്കാം. ഞാനിവിടെ 3 കഷ്ണം ആവോലിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാം. ഇനി നമുക്കിതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് പേസ്റ്റാക്കിയതാണ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പുളിയുടെ വെള്ളം ചേർക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു കഷ്ണം, ഒരു നെല്ലിക്കയുടേനേക്കാളും പകുതിയോളം വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം 2-3 ടേബിൾ സ്പൂൺ വെള്ളം മതിയാകും. അപ്പോൾ നന്നായിട്ട് പുളി പിഴിഞ്ഞെടുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. എല്ലാം കൂടി നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനിന് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഈ മസാല മീനിൻ്റെ 2 ഭാഗത്തും നല്ലപോലെ അങ്ങ് പുരട്ടി കൊടുക്കാം. മസാല നല്ലപോലെ പുരട്ടിയതിന് ശേഷം ഈ മീൻ കഷ്ണങ്ങൾ നമുക്കിവിടെ അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുമ്പളങ്ങ ഓലൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോഴേക്കും മീനിൽ മസാല നന്നായിട്ടൊന്ന് പിടിച്ച് വരും. അപ്പോൾ നമുക്കിനി കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 750-800 ഗ്രാമോളം തൂക്കമുള്ള ഒരു കുമ്പളങ്ങ കഷ്ണമാണ്. ഒരു കുമ്പളങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് ഒരു മൺചട്ടിയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് കുക്കറിലും വേവിക്കാം. മൺചട്ടിയിൽ ഇങ്ങനെ വേവിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഓലന്. ഇനി കുമ്പളങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 കപ്പ് വരെ വെള്ളവും കൂടി ചേർക്കാം. വേറൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വെള്ളം ഞാൻ 1/2 കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം കുമ്പളങ്ങയിലും ധാരാളം വെള്ളം ഉണ്ടാവും, അപ്പോൾ മതിയാവും. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് വെള്ളത്തിൽ വെന്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് വീണ്ടും വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ട് അടച്ച് വെച്ചിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഈ കുമ്പളങ്ങ നല്ലപോലെ അങ്ങ് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കുമ്പളങ്ങ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു 10-15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് വേവിക്കാൻ വെച്ചിട്ട്. അപ്പോൾ വെന്ത കുമ്പളങ്ങ ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. മുഴുവൻ കഷ്ണങ്ങളും ഉടക്കണമെന്നൊന്നുമില്ല. ചെറിയ കഷ്ണങ്ങളോട് കൂടിയിട്ട് ഓലൻ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ചൊക്കെ ഞാനൊന്ന് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉടച്ചെടുത്ത ഓലനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓലൻ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഉള്ളത്. ഇതുപോലെ കഞ്ഞിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിതിലേക്കൊരു 4-5 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടാക്കൊന്നും വേണ്ട, പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കുക. പിന്നെ ഒരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല. അത് നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. കട്ട് ചെയ്തിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വെളിച്ചെണ്ണയും പച്ചമുളകും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓലനാണ്. ഓലനിൽ ഒരുപാട് ഐറ്റംസ് ഒന്നും ചേർക്കാതിരിക്കുകയാണ് നല്ലത്. ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ഓലൻ ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങയും സവാളയും ചേർന്നിട്ടുള്ള ഒരു ചമ്മന്തി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഒരു സവാളയുടെ ഒരു 1/6 ഭാഗം അത്രയൊക്കെ വേണ്ടുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയ്ക്ക് പകരം കുഞ്ഞുള്ളിയും ചേർക്കാം. പക്ഷേ ഈ ഒരു ചമ്മന്തിക്ക് പൊതുവേ ചേർക്കുന്നത് സവാള തന്നെയാണ്. 2 പച്ചമുളക് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള അത്രയും പുളി ചേർക്കുന്നുണ്ട്. പുളി നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു 4-5 കറിവേപ്പില ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി തന്നെയാണിത്. അപ്പോൾ ഈ ചമ്മന്തി നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മീനിൽ മസാല പുരട്ടി വെച്ചിട്ട് കുറച്ച് സമയമായി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചൂടായ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇതിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ബൗളിൽ ബാക്കിയുള്ള മസാലയൊക്കെ മീനിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മൊരിച്ചെടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് മീൻ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ വശവും കൂടി നല്ല പോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഫ്രൈ ആയി എന്ന് തോന്നുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് കറിവേപ്പില ചേർത്തിട്ട് കുറച്ച് സമയം കൂടി ഇതിങ്ങനെ വെച്ച് ഒന്ന് മൊരിച്ചെടുക്കുക. അതിനുശേഷം ഈ കറിവേപ്പിലയോട് കൂടിയിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഇതാ നമ്മുടെ പൊരിച്ച മീനും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ കഞ്ഞിക്ക് നമുക്ക് ഇത്രയും വിഭവങ്ങൾ മതിയല്ലോ അല്ലേ? ഇത് തന്നെ ധാരാളമാണെന്ന് എനിക്ക് തോന്നുന്നത്. കഞ്ഞിയുടെ കൂടെ ഒരു പൊരിച്ച മീൻ ഉണ്ടെങ്കിൽ പോലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വിഭവസമൃദ്ധമായിട്ട് കഞ്ഞി കഴിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ 3 വിഭവങ്ങളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കഞ്ഞിയുടെ സൈഡിലായിട്ട് നമ്മുടെ കുമ്പളങ്ങ ഓലനും മീൻ പൊരിച്ചതും അതുപോലെ തേങ്ങാ ചമ്മന്തിയും ഒക്കെ വിളമ്പിയിട്ടുണ്ട്. കഞ്ഞിയുടെ മുകളിലും ഞാൻ കുറച്ച് ഓലനും ചമ്മന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള നമ്മുടെ കഞ്ഞിയും കറികളും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്